മാളവികയുടെ മുൻകാല നാടകകൃത്തുക്കളും ഗുരുതുല്യരുമായ ഭരത് പി.ജെ. ആന്റണി, പൊൻകുന്നം വർക്കി, വൈക്കം ചന്ദ്രശേഖരൻ നായർ, നടൻ വില്യം ഡിക്രൂസ്, കലാമണ്ഡലം ഹൈദരാലി, തിരക്കഥാകൃത്തും സംവിധായകനുമായ ലോഹിത് ദാസ് എന്നിവർക്ക് പ്രണാമമർപ്പിച്ചുകൊണ്ട് നാടകം ആരംഭിക്കുന്നു. ജീവിക്കുകയായിരുന്നു. നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വൈക്കത്ത് നമ്മുടെ വൈക്കം മാളവിക എന്ന് പറയുന്നൊരു നാടക ട്രൂപ്പുണ്ട്. എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൻ്റെ അമരക്കാരൻ എന്ന് വിശേഷിപ്പിക്കുന്ന പ്രദീപ് മാളവികയുടെ വീട്ടിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നമ്മൾക്ക് അദ്ദേഹവുമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയും നിങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെ എല്ലാ വിവരങ്ങളും എത്തിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. നമുക്ക് അങ്ങോട്ട് പോകാം. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് ഇത് നമ്മുടെ പ്രിയ സുഹൃത്താണ് കേട്ടോ, നമ്മുടെ പ്രദീപ് മാളവിക. ഇദ്ദേഹത്തിൻ്റെ ഭവനത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇത് ഇദ്ദേഹത്തിൻ്റെ വീടാണ്. അപ്പോൾ ഇദ്ദേഹത്തിനെ കണ്ട് കുറേ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. പിന്നെ എന്തുണ്ട് പ്രദീപ് വിശേഷങ്ങളൊക്കെ? നമ്മുടെ റിഹേഴ്സലും നാടകമൊക്കെ എങ്ങനെ പോകുന്നു? ഇപ്പോഴത്തെ ഈ പരിതസ്ഥിതി, ഈ കാലാവസ്ഥ അറിയാമല്ലോ, കോവിഡ് കാലമായതുകൊണ്ട് ഇപ്പോൾ ഒരു 10 മാസമായിട്ട് കലാപരിപാടികളൊന്നും നടക്കുന്നില്ല. സ്റ്റേജ് പ്രോഗ്രാം ഒന്നുമില്ല. എല്ലാ കലാകാരന്മാരും വിഷമത്തിലാണ്, ഇച്ചിരി പ്രതിസന്ധിയിലാണ് കലാകാരന്മാർ. മറ്റെല്ലാ മേഖലകളും തുറന്നിട്ടുണ്ടെങ്കിലും ആള് കൂടുന്ന സ്ഥലത്താണല്ലോ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മേഖല മാത്രം തുറന്നിട്ടില്ല. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് ഇദ്ദേഹത്തെ നിങ്ങൾക്ക് മനസ്സിലായോ? ഈ മലയാളി എന്ന് പറയുന്നത് എവിടെയുണ്ടോ അവർക്കെല്ലാം സുപരിചിതനാണ് ഈ ഇരിക്കുന്ന മനുഷ്യൻ. ഇതാണ് പ്രദീപ് മാളവിക. അതായത് മാളവിക ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പഴയ കാലങ്ങളിൽ 5 നാടക സമിതികളാണ് ഉണ്ടായിരുന്നത്. അത് ഏതൊക്കെയാണ്? അത് ഏറ്റവും ആദ്യത്തെ പ്രൊഫഷണൽ നാടക സമിതി എന്ന് പറഞ്ഞാൽ KPSC. അത് കഴിഞ്ഞ് കാളിദാസ കലാകേന്ദ്രം, അത് കഴിഞ്ഞ് ചങ്ങനാശ്ശേരി ഗീത, കോഴിക്കോട് സംഗമം തിയേറ്റേഴ്സ്, NN പിള്ള സാറിൻ്റെ ട്രൂപ്പ്, പിന്നെ കോട്ടയം നാഷണൽ തിയേറ്റേഴ്സ് തുടങ്ങിയ അന്ന് ഉണ്ടായിരുന്ന തുടക്കത്തിലുണ്ടായിരുന്ന ഒരു 5 ട്രൂപ്പ് അല്ലെ 10 ട്രൂപ്പിനിടയ്ക്ക് ഉണ്ടായിരുന്ന ഒരു പ്രശസ്ത നാടക സമിതിയാണ് വൈക്കം മാളവിക. ഈ മാളവിക ആദ്യം ജോണേട്ടൻ്റെ കയ്യിലായിരുന്നു. ജോണേട്ടനാണല്ലോ ഈ മാളവിക ട്രൂപ്പ് കൊണ്ടുവന്നത്. അതിനുശേഷം എങ്ങനെ TK ജോൺ സാർ, എനിക്ക് വളരെയധികം അടുത്ത് പരിചയമുള്ള ഒരു മനുഷ്യന്. കാരണം അദ്ദേഹത്തിൻ്റെ 2 നാടകങ്ങളിൽ ഞാനായിരുന്നു വസ്ത്രാലങ്കാരം. അന്ന് എനിക്ക് തയ്യലും പരിപാടികളൊക്കെ ആയിട്ട് നടക്കുന്ന സമയമാണ്. ഇപ്പോൾ 2 നാടകങ്ങൾ ഞാനായിരുന്നു വസ്ത്രാലങ്കാരം ചെയ്തത്. അപ്പം ഈ ജോണേട്ടൻ്റെ ഈ നാടക സമിതിയിലേക്ക് പ്രദീപ് എങ്ങനെയാണ് കടന്നു വന്നത്? അത് സ്കൂൾ നാടകത്തിലൂടെയാണ് ഞാൻ നാടകവേദിയിലേക്ക് കടന്നു വന്നത്. നമ്മൾ ഒരുമിച്ച് മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ നാടകത്തിലൂടെ വന്ന് പിന്നെ അമച്ചർ നാടകം എന്ന് പറയുമ്പോൾ ഒരു 12 വർഷം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു പ്രൊഫഷണൽ നാടകത്തിൻ്റെ രീതിയിൽ അമച്ചർ നാടകവേദി കൊണ്ടു നടന്ന ഒരു വ്യക്തിയാണ് ഞാനും എൻ്റെ സംഘത്തിലുള്ളവരും. അന്ന് വൈക്കം ശില്പശാല എന്ന് പറയുന്ന ഒരു നാടക സമിതിയായിരുന്നു അത് അന്ന് ജോസ് ചിറമേൽ സംവിധാനം ചെയ്ത നാടകം, PM താജിൻ്റെ നാടകം, ബാബു ആലുവ സംവിധാനം ചെയ്ത നാടകം, AR രതീശൻ്റെ നാടകം, സുലൈമാൻ കക്കോടിയുടെ നാടകം, മണിയപ്പൻ ആറന്മുളയുടെ നാടകം, പിന്നെ അങ്ങനെ നിരവധി കേരളത്തിൽ അന്ന് അമച്ചർ നാടകവേദിയിൽ ഉണ്ടായിരുന്ന എല്ലാവരുടെയും നാടകങ്ങൾ വൈക്കം മാളവിക അവതരിപ്പിച്ചു. നടത്തുന്നിടത്തെല്ലാം സമ്മാനം കിട്ടിയിരുന്നു. സാമൂഹ്യത്തിൻ്റെ ഗോതോയ്ക്കകത്ത് തുടങ്ങിയ ഒരുപാട് നിരവധി നാടകങ്ങൾ ശില്പശാല അവതരിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നാടകം നടത്തി ഈ നടത്തുന്ന സ്ഥലത്തെല്ലാം നല്ല നടന സംവിധാനത്തിനും നല്ല നാടകത്തിനുമുള്ള അവാർഡുകൾ അന്ന് മുതലേ വാങ്ങിച്ച് ഈ രംഗത്തേക്ക് വന്ന് അതിൻ്റെ പ്രചോദനമായിട്ടാണ് ഈ പ്രൊഫഷണൽ നാടകത്തിലേക്ക് കടന്നു. പ്രദീപ്, നമ്മൾ പണ്ടെന്ന് പറഞ്ഞ എത്രയോ ഒരു 80, 82, 84 കാലഘട്ടങ്ങളിൽ നമ്മൾ ഈ ഒരു ഡ്രാമ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നല്ലേ? പക്ഷെ ഇപ്പം അതില്ല. ഇപ്പം ഇല്ല. 54 അതിന് ഒരു 75 പോലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. 75 തൊട്ട് ഇല്ലാതെയായി തുടങ്ങിയിട്ടുണ്ട്. ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം
ആ സമയങ്ങളിൽ നമ്മൾ ഈ നാടക ട്രൂപ്പുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, മത്സരിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കും. ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് ഡ്രാമ, ബെസ്റ്റ് ഡയറക്ടർ തുടങ്ങിയിട്ടുള്ള എല്ലാ സമ്മാനങ്ങളും പ്രദീപ് വാരിക്കൂട്ടിയിട്ടുണ്ട് അല്ലേ? പ്രദീപേ, നമ്മുടെ മാളവിക ട്രൂപ്പിലേക്ക് പ്രദീപ് വരുമ്പോഴത്തേക്കും ഏത് നാടകമാണ് ആദ്യമായിട്ട് എടുത്തത്? അത് അന്ന് ഞാൻ വരുമ്പോൾ പിന്നെ ഒരു വർഷം ജോണേട്ടൻ നാടകം എന്തോ നിർത്തിയതുപോലെ അദ്ദേഹത്തിന് എന്തോ തുടങ്ങാനൊരു ചെറിയ സാങ്കേതിക ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹം ഒരു ദിവസം എന്നെ വിളിക്കുന്നത്. എനിക്കൊരു ഫോൺ കോൾ കിട്ടുന്നത്, ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുന്നു. അന്ന് ജോണേട്ടൻ പറഞ്ഞ ആ വാചകം എന്നെ അത്ഭുതപ്പെടുത്തി. ഞാൻ ആകപ്പാടെ ഉത്തരം പറയാൻ പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി. അതായത് മാളവിക ഞാൻ പ്രദീപിനെ ഏൽപ്പിക്കുകയാണ്. ഇപ്പം അത് പറയുമ്പോഴും എൻ്റെ കണ്ണ് അറിഞ്ഞു പോവാ. ജോണേട്ടൻ എന്തായി പറയുന്നത്? ഒന്നുമല്ല പ്രദീപ്, അതൊരു കലാകാരൻ്റെ കയ്യിൽ അതെനിക്ക് ഏൽപ്പിക്കണം. എനിക്കൊക്കെ പ്രായമായില്ലേ, എൻ്റെ മക്കളുടെ പ്രായം തനിക്കൊക്കെ ഉള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് കൈകാര്യം ചെയ്യണം. അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, നമുക്കതിൻ്റെ വിശദമായിട്ടൊന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പിന്നെ പറയേണ്ടത് എന്താണെന്ന് പിടിയിട്ടില്ല. ജോണേട്ടാ, ഞാൻ നാളെ വരാം എന്ന് പറഞ്ഞാൽ ഇത് പറയാൻ വാക്കുകളില്ല. പിന്നെ അത് മാത്രമല്ല, ഒരു പ്രൊഫഷണൽ ട്രൂപ്പ് ഏറ്റെടുത്ത് നടത്തുക എന്ന് പറയുമ്പോൾ അതിന് ലക്ഷങ്ങളുടെ അന്നത്തെ കണ്ടീഷനില്ല. ഇപ്പോൾ നമ്മൾ ഒരു 20-22 വർഷം മുമ്പാണ് എടുക്കുന്നത്. എങ്കിൽ പോലും അന്ന് നാടകം ഇറക്കാൻ പോലും ഒരു 5 ലക്ഷത്തിൻ്റെ ഒരു 3 ലക്ഷത്തിൻ്റെ അടുത്തെങ്കിലും രൂപ വേണം. ഇത്രയും വലിയൊരു ഭാരിച്ച പൈസയൊക്കെ ഇറക്കി അദ്ദേഹം ഇപ്പോൾ ഇങ്ങനെ നമ്മളെ ഏൽപ്പിക്കുകയാണെങ്കിലും കാര്യങ്ങൾ നടത്തുന്നതിന് സാമ്പത്തികം വേണമല്ലോ. അപ്പം അതൊക്കെ ഒന്ന് ആലോചിക്കേണ്ട ഇതുള്ളതുകൊണ്ട് ഞാൻ വീട്ടിൽ വന്ന് ആലോചിച്ചു, സുഹൃത്തുക്കളോട് ആലോചിച്ചു. അപ്പോൾ എല്ലാവരും അനുകൂലമായ മറുപടി തന്നെയാണ് പറഞ്ഞത്. അദ്ദേഹം അപ്പോൾ അനുഗ്രഹിച്ചുകൊണ്ട് തന്നെ ആ മാളവികയുടെ ബാനർ എൻ്റെ കയ്യിലേക്ക് വെച്ചു. നെഞ്ചിലേക്ക് വെച്ചു തന്നു. അങ്ങനെയാണ് ഇപ്പൊ ഈ ട്രൂപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പൊ എത്രാമത്തെ നാടകമാണോ നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ മാളവിക തുടങ്ങിയിട്ട് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരു 58 വർഷമായി. മാളവിക 58 വർഷമായല്ലേ? അപ്പോൾ ഒരു വർഷം ചിലപ്പോൾ 2 നാടകങ്ങൾ അവതരിപ്പിക്കും. അവർക്ക് എയും ബിയും ഉണ്ടായിരുന്നല്ലേ? എ ഗ്രൂപ്പ്, ബി ഗ്രൂപ്പ് അതുണ്ടായിരുന്നു. അതുകൂടാതെ അല്ല, ഒരു നാടകം തന്നെ നമ്മളിപ്പോൾ അവതരിപ്പിക്കുന്നത് ഈ വർഷവും അവതരിപ്പിക്കും, നല്ലതാണെങ്കിൽ അടുത്ത വർഷവും അവതരിപ്പിക്കും. ഇത് പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുതലായതുകൊണ്ട് ഇപ്പോൾ 2 വർഷമൊക്കെ അവതരിപ്പിച്ചെങ്കിലേ ഈ നാടകത്തിൻ്റെ മുതൽ മുടക്ക് ഇങ്ങോട്ട് പോരുള്ളൂ. ഇപ്പോൾ ഒരു നാടകം ഇറക്കണമെങ്കിൽ 10 ലക്ഷം രൂപ വേണം. ഈ 10 ലക്ഷം രൂപ നമ്മുടെ കയ്യിലേക്ക് കിട്ടണമെങ്കിൽ ഒരു വർഷം അവതരിപ്പിച്ചാൽ ആ 10 ലക്ഷം രൂപ കിട്ടില്ല. 2 വർഷം അവതരിപ്പിച്ചെങ്കിൽ മാത്രമേ അത് ലാഭമല്ല, അതിൻ്റെ മുതലിങ്ങ് പോരുള്ളൂ. അത്തരം ഒരു അവസ്ഥയിലാണ്. അപ്പോൾ അങ്ങനെ എണ്ണം നോക്കുമ്പോൾ 52 നാടകങ്ങൾ വൈക്കം മാളവിക അവതരിപ്പിച്ചു. 52ാമത്തെ നാടകമാണ് ഇപ്പോൾ മഞ്ഞു പെയ്യുന്ന മനസ്സ്. മഞ്ഞു പെയ്യുന്ന മനസ്സ്. ഇവിടെ പ്രദീപിൻ്റെ വീട് റോഡ് സൈഡാണ്. അതുകൊണ്ട് ഈ വാഹനങ്ങൾ പോകുന്ന ഈ സൗണ്ടാണ് നമ്മളിപ്പം ഈ റെക്കോർഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. പ്രദീപേ, നമ്മുടെ വൈക്കം മാളവികയെ പറ്റി നമ്മുടെ മനസ്സിലേക്ക് ഓർക്കുമ്പോൾ നമ്മുടെ ടി.കെ. ജോൺ സാറിനെ പറ്റിയാണ് നമ്മുടെ ഓർമ്മ വരുന്നത് അല്ലേ? അതെ അതെ. അദ്ദേഹത്തിനെ പറ്റിയുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ പ്രദീപിന് പങ്കുവയ്ക്കാനോ? അനുഭവങ്ങൾ, അദ്ദേഹത്തെ പറ്റിയുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പറഞ്ഞാൽ തീരാത്തത്രയും സംഭവങ്ങളുണ്ട്. അത് നമുക്ക് ചുരുക്കി പറയാം. അദ്ദേഹം എന്ന് പറഞ്ഞാൽ പറയേണ്ടത് തന്നെ, അദ്ദേഹം ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ആ നിലപാടുകളെക്കുറിച്ചാണ് നമുക്ക് ആദ്യം പറയേണ്ടത്. ടി.കെ. ജോൺ എന്ന് പറയുന്ന നാടക നടൻ മലയാള നാടകവേദിയിലെ നിത്യവസന്തമാണ്. കാരണം സിനിമയിൽ പ്രേം നസീർ നിത്യവസന്തവും നാടകത്തിൽ ടി.കെ. ജോൺ നിത്യവസന്തവുമാണ്. അദ്ദേഹത്തിൻ്റെ ആ ശബ്ദ ഗാംഭീര്യവും എല്ലാം കൂടി വരുമ്പോഴത്തേക്കും ഭയങ്കര എഫക്റ്റാണ്. അതെ അതെ അതെ. അത് അദ്ദേഹത്തിന് മലയാള നാടകവേദിയിൽ ടി.കെ. ജോണിൻ്റെ അത്രയും ചലനഭംഗിയുള്ള ഒരു നടൻ വേറെയില്ല. കറക്റ്റ്. അതാണ് ഇത്. ഇപ്പോൾ ഒരുപാട് നമുക്കിപ്പോൾ പി.ജെ. ആൻ്റണി തൊട്ട് തിലകൻ ചേട്ടൻ തൊട്ട് ഇങ്ങോട്ട് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വലിയ നടന്മാരുണ്ട്, കഴിവുള്ളവർ തന്നെ. അവരുടെ എല്ലാം കഴിവുകളെ നമ്മൾ മാനിക്കുന്നു, അംഗീകരിക്കുന്നു. പക്ഷേ ടി.കെ. ജോണിൻ്റെ അത്രയും ജനഹൃദയങ്ങളിൽ ഇരിപ്പിടം നേടാൻ പറ്റിയ ഒരു നാടക നടൻ വേറെയില്ല. ഇല്ല. അത് എത്ര വലിയ നടന്മാരുണ്ടായിരുന്നു, അവരുടെ കിരീടമൊക്കെ അവിടെ തന്നെ ഇരുന്നോട്ടെ. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ അത്രയും ജനഹൃദയങ്ങളിൽ സ്ഥാനം നേടിയ മറ്റൊരു നാടക നടനില്ല. അദ്ദേഹത്തിൻ്റെ ചലനം,
അത് മലയാള നാടകവേദിയിൽ ഒരു നടനും അനുകരിക്കാൻ പറ്റാത്ത വിധത്തിലാണ്. അദ്ദേഹത്തെ പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ട്. എന്ന് വെച്ചാൽ മലയാളത്തിലെ വൈക്കം ചന്ദ്രശേഖരൻ നായർ എഴുതിയ ഡോക്ടർ എന്ന് പറയുന്ന നാടകം, ആ നാടകം സിനിമയായപ്പോൾ ടി.കെ. ജോൺ അഭിനയിച്ച വേഷമാണ് മലയാളത്തിലെ അഭിനയ ചക്രവർത്തി. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പൂനായിൽ അഭിനയം പഠിപ്പിക്കുന്നതിന് വേണ്ടി കാസറ്റിട്ട് കാണിക്കുന്ന സത്യൻ അഭിനയിച്ചത് ആണല്ലേ. അയ്യോ. പിന്നെ കടൽപ്പാലം, പിന്നെ പ്രേം നസീർ അഭിനയിച്ച മുത്തിച്ചിപ്പി എന്ന് പറഞ്ഞ കെ.ടി. മുഹമ്മദിൻ്റെ നാടകമുണ്ട്. ആ നാടകം സിനിമയായപ്പോൾ രാജഹംസം, അതായത് സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ സന്ധ്യാപുഷ്പവുമായി ഞാൻ വന്നു എന്ന പാട്ടുള്ള ആ സിനിമയിൽ പ്രേം നസീർ അഭിനയിച്ചത് ടി.കെ. ജോൺ മുത്തിച്ചിപ്പി എന്ന് പറയുന്ന നാടകത്തിൽ അഭിനയിച്ച വേഷമാണ്. പിന്നെ പിന്നെ വൈക്കം മാളവികയുടെ ലോഹിദാസ് എഴുതി ടി.കെ. ജോൺ സംവിധാനം ചെയ്ത പിന്നെ അവസാനം വന്ന അതിഥി എന്ന് പറയുന്ന നാടകം, ആ നാടകത്തിൽ ടി.കെ. ജോൺ അഭിനയിച്ച വേഷമാണ് സിബി മലയിൽ സംവിധാനം ചെയ്ത വിചാരണ എന്ന സിനിമയിൽ മമ്മൂട്ടി അഭിനയിച്ചത്. അയ്യോ. അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ അദ്ദേഹത്തെ പറയാനുണ്ട്. പിന്നെ ഒരുപാട് അദ്ദേഹം മലയാള നാടകവേദിയിൽ നിറഞ്ഞു നിന്ന, ഇപ്പോഴും തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഞങ്ങൾ നാടകം കളിക്കാൻ ചെല്ലുമ്പോൾ ഇപ്പോഴും മരിച്ചു പോയിട്ടും അദ്ദേഹത്തിൻ്റെ വിവരങ്ങൾ അന്വേഷിച്ചു വരുന്ന ഒരുപാട് ആരാധകർ. പുള്ളിക്ക് ഒരു ഗ്യാങ് പിന്നെ എന്താ ഒരു ബെൽറ്റ് ഉണ്ട്, ഒരു ബെൽറ്റ് അല്ലേ. പുള്ളി വൈക്കം മാളവിയുടെ നാടെന്ന് പറഞ്ഞാൽ അത് നമ്മൾ സ്റ്റേജൊക്കെ ഇറക്കിയത് ഇത്ര കളി കളിക്കുന്നുള്ള ഉറപ്പാണ്. സ്ഥിരം സ്റ്റേജ് അവർക്കുണ്ട്. 350 പരം നാടകങ്ങളൊക്കെ ആയിരുന്നു അന്ന് കളിച്ചിട്ടിരുന്നത്. ഇപ്പം പിന്നെ അത്ര നാടകങ്ങളില്ല. എന്നിട്ട് ഡബിൾ നാടകങ്ങൾ കുറഞ്ഞു. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ അങ്ങനത്തെ നാടകങ്ങൾ ഇല്ലാത്തത്. ഒരു ദിവസം 3 കളി വരെയും കളിച്ചിട്ടില്ലേ? 3 കളിയെ കളിച്ചിട്ടുണ്ട്. അത് 2 കളിയാണ് എല്ലാ ദിവസവും അന്നുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ഉറക്കം നിൽക്കുന്ന ആ സാഹചര്യം, ആ ഓഡിയൻസിൻ്റെ ഒരു പരിമിതിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിപ്പോൾ 1 കളിയേ ഉള്ളൂ. പക്ഷേ ചിലപ്പോൾ 3ഉം 4 കളി കളിച്ചത് വേണ്ട ഓർമ്മ കിടപ്പുണ്ട്. 1 കളി വേണ്ട രാവിലെ ഒരു മോർണിംഗ് ഷോ, അങ്ങനെയൊക്കെ കളിച്ചിട്ട് അനുഭവമുണ്ട്. നമ്മുടെ വൈക്കം മാളവികയിൽ നിന്നേ ഉയർന്നു പോയിട്ടുള്ള സിനിമയിൽ വരെ എത്തിയിട്ടുള്ള, സിനിമയിൽ അഭിനയിക്കുന്നവരും അല്ലെങ്കിൽ തിരക്കഥാകൃത്തുക്കളായിട്ടുള്ള ഒരുപാട് പേരുകെട്ട ആൾക്കാരുണ്ട്. അതായത് മമ്മൂക്ക ഉൾപ്പെടെ ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. ഒന്ന് പറഞ്ഞുതരാം അതിനെപ്പറ്റി എങ്ങനെയാണ്? അതിപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പം മാളവികയിൽ നിന്ന് പോയി സിനിമയിലേക്ക് എത്തുകയും പ്രശസ്തരാകുകയും അങ്ങനെ ഉയരങ്ങളിൽ എത്തുകയും ചെയ്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അഭിനയിക്കുന്നവരുടെ കാര്യം പറയുകയാണെങ്കിൽ അന്നത്തെ വില്യം ഡിക്രൂസ്, അദ്ദേഹത്തിൻ്റെ ശബ്ദത്തെക്കുറിച്ചൊക്കെ ഭയങ്കര അല്ലേ. അതെ, മലയാള നാടക ലോകം കീഴടക്കുന്ന മനുഷ്യനാണ് അദ്ദേഹം. പിന്നെ കോട്ടയം ജോയി, പിന്നെ വർഗീസ് കാട്ടിപ്പറമ്പൻ എന്ന് പറയുമ്പോൾ ഷീല നായികയായിട്ട് അഭിനയിച്ച ഒരു സിനിമയിലെ നായകൻ ആയിരുന്നു ഈ വർഗീസ് കാട്ടിപ്പറമ്പൻ. പിന്നെ കബീർ പൊന്നമ്മയൊക്കെ ടി.കെ. ജോണേട്ടൻ്റെ കൂടെ കാളിദാസ കലാകേന്ദ്രത്തിൽ അഭിനയിച്ചതാണ്. അത് അവരുടെ അനിയത്തി കബീർ രേണുക, പിന്നെ ടി.എസ്. രാജു, പിന്നെ KTS പടന്നേൽ, പിന്നെ PC സേവ്യർ, അങ്ങനെ നകുലൻ, അങ്ങനെ ഒരുപാട് പേര് സിനിമയിലേക്ക് കടന്നു പോയിട്ടുള്ള അഭിനേതാക്കളുണ്ട്. പിന്നെ തിരക്കഥാകൃത്തുക്കളായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അതിലേറ്റവും പ്രശസ്തനായിട്ടുള്ള തിരക്കഥാകൃത്ത് ലോഹിതദാസ് ആദ്യമായിട്ട് എഴുതിയ നാടകം സംവിധാനം ചെയ്തത് വൈക്കം മാളവികയിലെ ടി.കെ. ജോൺ. സിന്ധു ശാന്തമായി ഒഴുകുന്നു എന്നാണ് ആ നാടകത്തിൻ്റെ പേര്. പിന്നെ വൈക്കം മാളവികയ്ക്ക് വേണ്ടി പിന്നെ അവസാനം വന്ന അതിഥി എന്ന് പറഞ്ഞ നാടകം, സ്വപ്നം വിതച്ചവർ എന്ന് പറയുന്ന നാടകം, അദ്ദേഹം 3 നാടകമേ എഴുതിയിട്ടുള്ളൂ. ആ 3 നാടകങ്ങൾ സംവിധാനം ചെയ്തത് മാളവികയിലെ ടി.കെ. ജോണാണ്. അത് കഴിഞ്ഞാണ് അദ്ദേഹം സിനിമയിലേക്ക് പോയത്. അദ്ദേഹം അന്ന് നാടകം എഴുതാൻ വരുമ്പോൾ ഇവിടെ വൈക്കത്ത് കവലയിൽ ഓഫീസുണ്ട്. ആ ഓഫീസിൻ്റെ ഇടുങ്ങിയ മുറിയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം നാടകം എഴുതുന്നു. വൈക്കത്ത് അസിയുടെ ഹോട്ടലിൽ ഇദ്ദേഹത്തിനുള്ള ഭക്ഷണം പറഞ്ഞിട്ടുണ്ട്. സമയാസമയങ്ങളിൽ അവിടെ വന്ന് അദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ട് പോയി നാടകം എഴുതും. അങ്ങനെ നാടകം എഴുതിയ അദ്ദേഹം മലയാള സിനിമാ വേദിയിലെ MD വാസുദേവൻ നായർ എന്ന് പറയുന്ന അഗ്രഗണ്യൻ ചക്രവർത്തി, അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് ചെറിയൊരു ചക്രവർത്തി എന്ന് പറയാൻ പറ്റില്ല, ഇഞ്ചോടിഞ്ചിരിക്കുന്ന ഒരു തിരക്കഥാകൃത്താണ്. ലോഹിദാസിനെ മാറ്റി നിർത്തി മലയാള സിനിമയ്ക്ക് എങ്ങോട്ടും പോകാൻ പറ്റില്ല.
അപ്പം അത് തന്നെയല്ല, മലയാളത്തിലെ ഏറ്റവും സൂപ്പർ സ്റ്റാറുകളായ മമ്മൂട്ടിക്കും മോഹൻലാലിനും ദിലീപിനും ജയറാമിനും ഒക്കെ എല്ലാവർക്കും അഭിനയത്തിൽ എടുത്തു പറയുന്ന കഥാപാത്രങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് ലോഹിദാസിൻ്റെ തിരക്കഥയിൽ നിന്നുള്ള കഥാപാത്രങ്ങളാണ്. അതേ ഉള്ളൂ. മോഹൻലാലിൻ്റെയൊക്കെ എല്ലാ കഥാപാത്രങ്ങളും അതാണെന്ന് പറയും. അതെ, ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ. ആ ലോഹിദാസ് കാലുകുത്തിയ മണ്ണാണ് വൈക്കം മാളവിക. അത് ഏറ്റെടുക്കാൻ കഴിഞ്ഞത് തന്നെയാണ് എൻ്റെ പുണ്യം. പക്ഷെ ഇപ്പം എന്ത് പറയാം, അത് ലോഹിദാസ് നമ്മളോട് അതെ അതിപ്പോൾ വയലാറിൻ്റെ കാര്യം പറഞ്ഞ പോലെ അതെ കൊണ്ടുപോയതാണ് സ്വർഗരാജ്യത്ത്. അവിടുത്തെ നാടകങ്ങളും സിനിമകളും എഴുതാൻ വേണ്ടിയിട്ടാണ് വയലാറിനെയും ലോഹിദാസിനെയും അങ്ങനെയുള്ള വലിയ വലിയ ആൾക്കാരെ നേരത്തെ വിളിച്ചുകൊണ്ട് പോകുന്നത്. പിന്നെ നമ്മുടെ മമ്മൂക്ക ഉണ്ടല്ലോ, മമ്മൂക്കയെ പറ്റി പ്രദീപ് ഒരു ഇതേപോലെ തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞായിട്ട് ഓർക്കുന്നുണ്ട്. അദ്ദേഹം അവിടെ അഭിനയ താല്പര്യം പ്രകടിച്ചപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ പഠനമായിട്ട് പുഴുവിപ്പിക്കാൻ പറ്റാത്ത കൊണ്ട് അദ്ദേഹം പോയത്. എങ്ങനെയാണ് അത്? മമ്മൂക്ക അന്ന് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് മമ്മൂക്കയുടെ ശാരീരിക ഘടനയൊന്നും ഇങ്ങനെയല്ല, വളരെ മെല്ലിച്ച സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ. അപ്പോൾ അദ്ദേഹത്തിന് നാടകത്തോട് ഭയങ്കര നിരന്തരമായ താല്പര്യമായിരുന്നു, അഭിനയത്തിൻ്റെ. അതുകൊണ്ട് തന്നെ മമ്മൂക്ക ഇത്ര വലിയ നടനാകാൻ കഴിഞ്ഞാൽ മമ്മൂക്ക നാടകത്തെ അത്രയധികം അന്ന് സ്നേഹിച്ചിരുന്നത് കൊണ്ടാണ്. അപ്പോൾ അന്ന് അദ്ദേഹത്തിന് അഭിനയിക്കാനുള്ള ആ ഇത് എവിടെയാണ് അത് പ്രകടിപ്പിക്കേണ്ടതെന്ന് അറിയാൻ പറ്റാതെ നിന്നിട്ട് വൈക്കം മാളവിക അപ്പോൾ കത്തി നിൽക്കുവാണ്. മാളവികയിൽ നിന്ന് അദ്ദേഹം അഭിനയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരം ചോദിക്കുന്നു. അദ്ദേഹത്തിന് കൊടുക്കാമെന്നുള്ളൊരു തീരുമാനത്തിലേക്കും കാര്യങ്ങൾ എത്തുന്നു. പക്ഷേ അദ്ദേഹം ലോ കോളേജിൽ LLBക്ക് പഠിക്കുകയാണ്. അപ്പോൾ അന്ന് മാളവിക ഒരു 350 നാടകത്തോളം വെച്ചാണ് ഒരു വർഷം കളിക്കുന്നത്. അപ്പോൾ ഈ നാടകത്തിൽ അഭിനയിക്കാൻ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഈ ലോ കോളേജ് വിദ്യാഭ്യാസം മുടങ്ങും. അപ്പോൾ വിദ്യാഭ്യാസവും നാടകവും ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റാതെ വന്നതുകൊണ്ട് അന്ന് അദ്ദേഹത്തിൻ്റെ ആ ആഗ്രഹം സാധിക്കാൻ പറ്റാതെ വന്നു. പക്ഷേ ആ ആഗ്രഹം അങ്ങനെ അവിടെ പോയെങ്കിലും വൈക്കം മാളവികയുടെ മേലെ വൈക്കം മാളവിക അദ്ദേഹം ഹൃദയത്തിലേറ്റിയിരുന്നു. അതിനുള്ളൊരു തെളിവാണ് ഒരു 4 വർഷം മുമ്പ് ഞങ്ങളുടെ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്ന നാടകം ഉദ്ഘാടനം ചെയ്യിക്കാൻ മമ്മൂക്കയെ എന്ന് വിളിച്ചാൽ കൊള്ളാൻ തോന്നി. അപ്പോൾ ഈ ആർട്ടിസ്റ്റുകളൊക്കെ ഇതിനു വേണ്ടി വിളിക്കുമ്പം അവർക്ക് 25 ലക്ഷം രൂപ 10 ലക്ഷം രൂപയെങ്കിലും കൊടുക്കാതെ വരികയില്ല എന്നുള്ളൊരവസ്ഥയാണ്. പക്ഷെ ഞാൻ ചെന്ന് മാളവികയുടെ കാര്യം പറഞ്ഞുകൊണ്ട് മാളവികയുടെ നാടകമായതുകൊണ്ട് മമ്മൂക്ക ഇന്ത്യൻ സിനിമയുടെ അഭിനയത്തിൻ്റെ തിലകക്കുറിയായ മമ്മൂക്ക വൈക്കം മാളവികയുടെ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന നാടകം ഉദ്ഘാടനം ചെയ്തു. അത് എറണാകുളത്ത് വെച്ചാൽ അതിപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പം അത് മലയാള നാടകവേദിക്ക് കിട്ടിയ അംഗീകാരം. എന്നുവെച്ചാൽ വേറെ ഇത്രയും വലിയൊരു സൂപ്പർ സ്റ്റാറിനെ വേറൊരു നാടകക്കാരന് വിളിച്ചുകൊണ്ട് പോയി അങ്ങനെ ചെയ്യിക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ഇതനുസരിച്ച് സമയം കിട്ടാതെ വരികയും മറ്റു അവസരങ്ങൾ കിട്ടാൻ സാധ്യത കുറവാണ്. അത് ആ ഭാഗ്യം ഏതായാലും നമുക്ക് കിട്ടി. പിന്നെ വേറെ എഴുത്തുകാരുണ്ട്, അവരെ പിന്നെ ഒന്ന് ഓടിച്ചെന്ന് പറയാമോ? കാരണം നമ്മുടെ സുന്ദരം കല്ലായി, അതേപോലെയുള്ള പിന്നെ ഒരു ഷൈസാറ്, ഇങ്ങനെയുള്ള അവരൊക്കെ കാര്യം ഒന്ന് പറയാം. അപ്പം വൈക്കം മാളവികയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ആദ്യ നാടകങ്ങളൊക്കെ എഴുതിയ സൂപ്പർ ഹിറ്റ് എന്ന് പറയുന്ന രീതിയിലേക്ക് മാളവികയെ കൊണ്ടുവന്ന് വൈക്കം മാളവികയെ ആക്കിയത് ശ്രീ സുന്ദരം കല്ലായി. അദ്ദേഹത്തിൻ്റെ അംഗം സിന്ധുഗംഗ കാദംബരി എന്താ ആ നാടകത്തിൻ്റെ പേര് സുന്ദരം കല്ലായി. ആ നാടകത്തിൻ്റെ പേര് ഒരു ട്രൂപ്പിൻ്റെ സുന്ദരം കല്ലായിയുടെ സ്വന്തം ട്രൂപ്പിൻ്റെ പേരായിട്ട് ഇട്ട് കൊല്ലം കാദംബരി എന്ന് പറഞ്ഞൊരു നാടക ട്രൂപ്പ് വരെ തുടങ്ങി. അദ്ദേഹം പിന്നെ ഒരുപാട് നാടകങ്ങൾ എഴുതിയിട്ടുള്ളൊരു നാടകകൃത്താണ് CK ശശി. അത് അദ്ദേഹം മാളവികയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് മാളവികയ്ക്ക് വേണ്ടി ഇപ്പോൾ എഴുതാത്ത ഒരു നാടകകൃത്തുക്കളില്ല. പിന്നെ ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ജയൻ തിരുമന, അദ്ദേഹം മാളവികയ്ക്ക് വേണ്ടി ഒരുപാട് നാടകങ്ങൾ എഴുതിയാണ്. പ്രദീപ് കുമാർ കാവുന്തറ, പിന്നെ ഹേമന്ത് കുമാർ, പിന്നെ അങ്ങനെ സേബിയർ പുൽപ്പാട്. പിന്നെ ഇപ്പം മാളവികയ്ക്ക് വേണ്ടി ഇപ്പോൾ സ്ഥിരം കുറച്ച് നാളായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നത് ഫ്രാൻസിസ് ടി മാവേലിക്കരയാണ്. ഇത് പറയുമ്പോൾ ഫ്രാൻസിസ് ടി മാവേലിക്കരയെക്കുറിച്ച് ഒരു വാക്ക് പറയാതെ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ മലയാള നാടകവേദിയിൽ നാടകത്തെക്കുറിച്ച്, നാടകത്തിൻ്റെ ക്രാഫ്റ്റിനെക്കുറിച്ച് ഇത്രയും ആധികാരികമായിട്ട് അറിയാവുന്ന ഒരു നാടകൃത്ത് അറിയില്ല.
അദ്ദേഹത്തിൻ്റെ നാടകത്തിന് മിനിമം ഗ്യാരണ്ടി ഉണ്ട്. അത് കാര്യത്തിൽ വേറെ ഇപ്പോൾ എത്ര നാടകകൃത്തുക്കൾ ഇവിടെ ഉണ്ടെങ്കിലും ആരും താത്തി കിട്ടുന്നതല്ല ഫ്രാൻസിസ് ടി മാവേലിക്കര. അദ്ദേഹം ആ കാര്യത്തിൽ അഗ്രഗണ്യനാണ്. പ്രദീപിൻ്റെ ഈ നാടക ജീവിതത്തിൽ ഇപ്പം നമുക്കൊരു വലിയൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് നമുക്ക് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? മറക്കാൻ പറ്റാത്ത അനുഭവം എന്ന് പറയുമ്പം ഒരുപാട് പിന്നെ സന്തോഷമുള്ള അനുഭവങ്ങളുണ്ട്, സങ്കടമുള്ള അനുഭവങ്ങളുണ്ട്. സങ്കടമുള്ള അനുഭവങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിട്ടുള്ള, അപ്പം നമ്മുടെ ആരെങ്കിലും ബന്ധുക്കൾ വരെ മരിച്ചിട്ട് നാടകം കളിക്കാൻ പോയിട്ടുള്ള അവസ്ഥ വരെ ഉണ്ട്. അപ്പോൾ അതിനേക്കാളൊക്കെ ഉപരി നമ്മുടെ നാടകത്തിൽ ഒരു ഭയങ്കര വേദനാജനകമായ ഒരു സംഭവം ഉണ്ടായി. അത് ഒരിക്കൽ ഒരു നാടകം കളിക്കാനായിട്ട് ആലപ്പുഴ ജില്ലയിലാണ് ചെന്നു. നാടക സ്ഥലത്ത് 2 അഭിനയിക്കുന്നവർ വന്നോളാന്ന് പറഞ്ഞു. ഒരു പെൺകുട്ടിയും ഒരു അഭിനയിക്കുന്ന ഒരാളും. അവർ 2 പേരും കൂടി അവിടെ എത്തിക്കോളാമെന്ന് പറഞ്ഞു. അപ്പോൾ നാടകം 8 മണിക്കാണ്. അപ്പോൾ 8 മണിക്ക് നാടകം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെങ്കിലും 5:30 6 മണിയാകുമ്പോൾ ഏത് അഭിനയിക്കുന്നവരാണെങ്കിലും അവിടെ എത്തും. ഇത് 6 മണിയായിട്ടും എത്തിയില്ല, 7 മണിയായിട്ടും എത്തിയില്ല, 7:30 ആയിട്ടും എത്തിയില്ല. അപ്പോൾ എല്ലാവരും മേക്കപ്പ് തുടങ്ങി സെറ്റൊക്കെ കെട്ടി നാടകം തുടങ്ങാനുള്ള രീതിയിലായി. ഭാരവാഹികൾ വന്ന് നാടകം തുടങ്ങും എന്ന് പറഞ്ഞു അടുത്ത് വന്നു. പിന്നെ 8 മണിയായി, എൻ്റെ എത്തിയിട്ടില്ല. ഇവരെ വിളിക്കുന്നു. ഇവരുടെ 2 പേരുടെ ഫോൺ സ്വിച്ച് ഓഫ്. അവർ നാടകത്തിന് വന്നില്ല. അതിൻ്റെ കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് നമ്മൾ എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളത് നമ്മൾ വിശദീകരിക്കുന്നില്ല. പക്ഷേ അങ്ങനെ ഒരാളും ഒരു ട്രൂപ്പിനോടും, എന്നോടെന്നല്ല, ഈ ഇന്ത്യയിൽ അല്ല കേരളത്തിലുള്ള ട്രൂപ്പിനോടല്ല, ഒരു ട്രൂപ്പിനോടും ഒരു കലാകാരനും ഒരു കലാകാരിയും അങ്ങനെ ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വണ്ടിയായിട്ട് അവിടെ പോയി 16 പേര് പോയിട്ട് ബാക്കി 14 പേരും സെറ്റ് കെട്ടി എന്നിട്ട് കട്ടം പൊക്കാനുള്ള ബെല്ല് കൊടുക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ, അതും അന്യദേശത്ത് അന്യരുടെ കയ്യിലാണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മളുടെ ജീവൻ അവരുടെ കയ്യിലാണ്. നമ്മുടെ ഈ പ്രോഗ്രാം നടക്കാതെ വന്നു കഴിഞ്ഞാൽ ആ ദേശത്തെ സംസ്കാരവും അവരുടെ പെരുമാറ്റവും ഏത് രീതിയിലായിരിക്കുമെന്ന് പോലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അവരുടെ കൈകളിലേക്ക് നമ്മളെ ഇട്ടുകൊടുത്തിട്ട് 2 പേര് പിന്മാറുക എന്ന് പറയുന്നത്. പക്ഷെ അവർ ഒരിക്കലും, ഞാൻ പറയണത്, കലാകാരന്മാരല്ല, കലാദേവത അവരെ അനുഗ്രഹിക്കില്ല. അവർ എന്തെങ്കിലുമൊക്കെ ഒരു ഇതുകൊണ്ട് ഈ കലാരംഗത്തൊക്കെ പിടിച്ചു നിൽക്കുന്നതല്ലാതെ അവർക്ക് ഈ കലാരംഗത്ത് നിന്ന് രക്ഷയുണ്ടായി. അത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മറക്കാനാവാത്ത ഒരു അനുഭവം, വേദനാജനകമായ അനുഭവം. എത്രയോ അതിൻ്റെയൊക്കെ ഉദാഹരണത്തിൽ എത്രയോ അഭിനേതാക്കൾ, ഒരു നടി, അതിൻ്റെ ഉദാഹരണം പറയാം. ഒരു നടിയുടെ അച്ഛൻ മരിച്ചിട്ട് നമ്മൾ വിവരം അറിഞ്ഞിട്ട്, നമ്മൾ അന്ന് നാടക ഗ്രൂപ്പ് ഒരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുക, അവിടുന്ന് നേരെ വേറെ സ്ഥലത്തേക്ക് നാടകം കളിക്കാൻ പോകേണ്ടതാണ്. ആ ഇരിക്കുമ്പോഴാണ് വെളുപ്പിനെ മരിച്ചു വിവരം അറിയുന്നത്. അവിടുന്ന് നേരെ നമ്മൾ ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് വരികയാണ്. പോരുന്ന വഴിക്ക് പെൺകുട്ടിയോട് പറഞ്ഞതെന്ന് വെച്ചാൽ, അച്ഛനെന്തോ ഒരു ചെറിയ അസുഖമാണ്, അപ്പോൾ അതുകൊണ്ട് ഒന്ന് വന്ന് കണ്ടിട്ട് പോകാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാവരും എന്തിനാ കൂടെ വരുന്നതെന്നൊരു തോന്നൽ വന്നു. അതുകൊണ്ട് ഞങ്ങളൊരു 3-4 പേരേ പോകുന്നുള്ളൂ. കാറിൽ വന്നപ്പോൾ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി. പക്ഷേ ബോഡി ദഹിപ്പിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ കാറിൽ നാടകം കളിക്കാൻ അപ്പം സംഭവമല്ലേ, അതൊരു സംഭവമാണ്. അതും മാത്രമല്ല അത് ആ നാടകത്തിനകത്ത് ഇതുപോലെ കരയുന്ന ഒരു രംഗമുണ്ട് ഈ മറ്റൊരു സീനിൽ. അപ്പോൾ ഈ അന്നേരം ആ പെൺകുട്ടിയുടെ അച്ഛൻ മരിച്ചപ്പോൾ അവിടെ കിടന്ന് കരഞ്ഞതുപോലെ തന്നെയുള്ള അതേപോലുള്ളൊരു കരച്ചിലാണ് നാടകത്തിലുള്ളത്. അതൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഫീലിങ്സ് ആയിപ്പോയി. പിന്നെ എൻ്റെ അച്ഛൻ മരിച്ചതിൻ്റെ പിറ്റേ ദിവസം, അന്നെന്തോ ഒരു ദൈവാധീനം കൊണ്ട് നാടകം അന്ന് ഇല്ലാതെ വന്നൊരു ദിവസമാണ്. പിറ്റേ ദിവസം എനിക്ക് നാടകം കളിക്കാൻ പോകേണ്ട വന്നു. നമ്മൾ പോയി ചടങ്ങുകൾ, പിണ്ണകർത്താവിൻ്റെ സ്ഥാനത്ത് നിന്ന് ബലിയിടേണ്ട ഞാൻ ബലി പോലും ഇടാതെ ബലിയിടാൻ നിന്ന് കഴിഞ്ഞാൽ നാടകത്തിന് പോകണം. ദൂരെയായിരുന്നു, വെളുപ്പിനെ തന്നെ പോകണമായിരുന്നു. പോയി നമ്മൾ നാടകത്തെ അങ്ങനെയാണ് കാണുന്നത്. നമ്മുടെ ഈ നാടക ജീവിതത്തിലെ എൻ്റെ അറിവ് വെച്ച് പറയുവാണെങ്കിൽ പ്രദീപിന് എപ്പോൾ നോക്കിയാലും അവാർഡുകളുടെ ബഹളമാണ്. അവാർഡുകളുടെ ഘോഷയാത്രയാണ്. നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ എപ്പോഴും കാണാറുണ്ട്. പ്രദീപിന് ആ അവാർഡ് കിട്ടി, ഈ അവാർഡ് 3-4 വർഷമായിട്ട്
പിന്നെ നമ്മുടെ മൊബൈൽ തുറന്നു കഴിഞ്ഞാൽ പ്രദീപ് മാത്രമേ ഉള്ളൂ അല്ലേ? എത്ര അവാർഡുകൾ പ്രദീപിന് ഇപ്പോൾ തേടിയെത്തിയിട്ടുണ്ട്? അത് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, അന്ന് നമ്മൾ 12ാമത്തെ വയസ്സ് തൊട്ട് ഏകദേശം സ്കൂൾ നാടകത്തിലൂടെ, അമച്ചർ നാടകത്തിലൂടെ, പിന്നെ വന്ന് പ്രൊഫഷണൽ നാടകത്തിലൂടെ ഇങ്ങനെ വന്നു. അങ്ങനെ വന്ന് ആ അമച്ചറിലും പ്രൊഫഷണലിലും കൂടി ആയിട്ട് നാടക മത്സരത്തിലൂടെ പങ്കെടുത്തിട്ട് എനിക്ക് ഏകദേശം പറയുകയാണെങ്കിൽ എനിക്ക് നല്ല നടനായിട്ടും പിന്നെ ഈ പല നാടകങ്ങളുടെ സംവിധായകനായിട്ട് അമച്ചർ നാടകങ്ങളിൽ ഒരുപാട് നാടകങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതായിട്ടൊരു 500-ൽ പരം അവാർഡുകൾ എനിക്ക്. എൻ്റെ ദൈവമേ, 500-ൽ പരം എന്ന് പറയാം. അതിൽ കൂടുതലാണ്. അതിൽ വെച്ചാൽ അതിൻ്റേതായ രീതിയിൽ വേറെ സ്വീകരണങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം ഞങ്ങൾ കൂട്ടി വരണ എൻ്റെ വീട്ടിലിരിക്കുന്ന മൊമൻറ്റോകളും ട്രോഫികളും മറ്റ് സർട്ടിഫിക്കറ്റും മറ്റെല്ലാം കൂടെ കൂട്ടിയ ഒരു ടെമ്പോ വാനിൽ കയറ്റുവാനുള്ള അത്രയും സാധനങ്ങളുണ്ട്. നിങ്ങൾ പോന്നപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞു, ആ ഷെൽഫ് ശരിയാകാത്തത് കൊണ്ട് മുഴുവൻ എടുത്തു വെച്ചിട്ടില്ല, ബാക്കി കുറച്ച് ആളുകളോ പറയുമ്പോൾ അഹങ്കാരമായിട്ട് പറയും നമ്മൾ മാറ്റി ഒരു കുറച്ച് ചാക്കിനകത്ത് കെട്ടി വെച്ചിരിക്കുകയാണ്. അത് കണ്ട് അപ്പോൾ അങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതാണ് എൻ്റെ സമ്പാദ്യം. എന്നുവെച്ചാൽ വെറുതെ നമ്മളിത് പറയുന്നതല്ല. നമുക്ക് ഈ പ്രായം ഇത്രയും വയസ്സായപ്പോൾ വരെ 12ാമത്തെ വയസ്സ് തൊട്ട് ബാങ്ക് ബാലൻസ് അല്ല എനിക്കുള്ളത്. എനിക്ക് കിട്ടിയ ഈ മൊമെൻറ്റോകളും ട്രോഫികളും ഈ അംഗീകാരങ്ങളാണ് എനിക്കുള്ളത്. അതാണ് എന്നെ ഇപ്പോഴും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം. അതിലിപ്പോൾ ഒരുപാട് അവാർഡുകളുണ്ട്. അത് വെച്ചാൽ പ്രേം നസീർ ട്രോഫി നാടക അവാർഡ്, പിന്നെ AK ലോഹിദാസ് സ്മാരക അവാർഡ്, EK നായന സ്മാരക അവാർഡ്, EMS സ്മാരക അവാർഡ്, AKG സ്മാരക അവാർഡ്, അങ്ങനെ ഒരു അടൂർ പാസി സ്മാരക അവാർഡ്, ഇങ്ങനെ തുടങ്ങി അമച്ചറിൻ്റെ രീതിയിലും പ്രൊഫഷണലിൻ്റെ രീതിയിലും കിട്ടി. സംസ്ഥാന സർക്കാരിൻ്റെ പ്രൊഫഷണൽ നാടക മത്സരത്തിൽ ഏറ്റവും മികച്ച നടനുള്ള അവാർഡ് വരെ ഉള്ളത് കിട്ടിയ കൂട്ടത്തിലും കൂടിയാണ് ഈ 500-ൽ പരം അവാർഡുകൾ. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, നമുക്ക് ഞാൻ ഒരു ദിവസം TV കണ്ടിരുമ്പം ഡീൽ ഓർ നോ ഡീലിൽ താങ്കൾ പങ്കെടുത്തായിട്ട് കണ്ട്. അത് താങ്കളുടെ ജീവിതത്തിൽ ഒരു നല്ലൊരു സന്തോഷം ജനിപ്പിക്കുന്ന കാര്യമാണ്. അതെ, അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം ഉള്ളൊരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ അതെനിക്ക് കിട്ടാനുള്ളൊരു അവസരമെന്ന് വെച്ചാൽ ഈ ഡീൽ ഓർ നോ ഡീലിലേക്ക് അപേക്ഷിക്കുന്നവരുടെ എണ്ണം എന്ന് പറയുമ്പോൾ അത് ഒരു കോടിക്കണക്കിന് ആളുകളാണ് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെ പല സംസ്ഥാനങ്ങളിൽ നിന്ന് ഇത് അപേക്ഷിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് അവർ തിരഞ്ഞെടുക്കപ്പെടുന്ന ചില ഏതാനും വ്യക്തികളെ മാത്രമേ ഇതിൽ പങ്കെടുപ്പിക്കാറുള്ളൂ. അത് മുകേഷ് ചേട്ടൻ, നമ്മുടെ സിനിമാ മുകേഷ് അവതാരകനായി സൂര്യ TV സംപ്രേഷണം ചെയ്ത ഒരു പരിപാടിയാണ്. അപ്പോൾ അതിൽ എനിക്കൊന്ന് പങ്കെടുക്കണം, അതിലൊന്ന് കയറി പറ്റണമെന്ന് വെച്ച് ഞാനിങ്ങനെ ആലോചിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി. അപ്പോൾ ഒരു പെട്ടെന്നൊരു ഭാഗ്യം എന്നതുപോലെ അടൂർ പാസി സ്മാരക അവാർഡ് തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് നടത്തിയത്. അപ്പോൾ അന്ന് അവിടെ നാടകത്തിന് നിന്ന് സമ്മാനം ഉണ്ടായിരുന്നു, അവാർഡുണ്ടായിരുന്നു. എനിക്കായിരുന്നു ഏറ്റവും നല്ല നടനുള്ള അവാർഡ്. അന്ന് ആ അവാർഡ് നിർണയിച്ചതിൽ ജഡ്ജിങ് കമ്മിറ്റി ചെയർമാൻ നമ്മുടെ സിനിമാ നടൻ മധുചേട്ടനായി. അദ്ദേഹത്തെ പോലെയുള്ള ഒരാളുടെ ചീഫ് ജഡ്ജായിട്ട് നാടകം കളിക്കുക എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമാണ്. അപ്പോൾ ആ മത്സരത്തിൻ്റെ അവാർഡ് ദാനവും TV-യുടെ അവാർഡ് ദാനവും ഒന്നിച്ചായിരുന്നു. അത് നടത്തിയ അവസരത്തിൽ പിന്നെ ഈ സൂര്യ TVയുടെ ആൾ വന്ന് എന്നോട് ഇങ്ങനെ ഇതിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഞാനതിൽ എങ്ങനെയും കയറാനായിട്ട് ആഗ്രഹിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ അപേക്ഷ പോലെ ഇങ്ങനെ അയക്കി എന്ന് പറഞ്ഞ് നമ്മൾ അപേക്ഷ അയച്ചു. അപ്പോൾ അവർ നമ്മുടെ അപേക്ഷ അത് പരിഗണിച്ചിട്ട് ചെന്നൈയിൽ വെച്ചായിരുന്നു ഷൂട്ടിങ്. അവിടെ ചെല്ലാൻ പറഞ്ഞു. ഞാനവിടെ ചെന്നു, അതിൽ പങ്കെടുത്തു. പിന്നെ പങ്കെടുത്തപ്പോൾ എനിക്ക് ഉണ്ടായ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് അന്ന് വരെ ആ പരിപാടി ഈ പെട്ടി തുറക്കുന്ന ഒരു പരിപാടിയാണ്. അതെല്ലാവർക്കും അതിന് ഒരു പേരുണ്ടല്ലോ, ഡീൽ ഓർ നോ ഡീൽ. അല്ല, ഡീൽ ഓർ നോ ഡീലല്ല, അതിനൊരു പേര്. അല്ല, അത് മറ്റേ ജാക്ക്പോട്ട്. അത് അതിൻ്റെ കൂട്ടത്തിൽ വന്നൊരു മത്സരം. അതാണ് ഞാനിപ്പോൾ പറഞ്ഞു വന്നത്. അപ്പോൾ ഈ പെട്ടി തുറക്കുന്ന പരിപാടി മാത്രമല്ലാതെ ഈ 26 പെട്ടി ആണ് തുറക്കുന്നത്. അതിൽ 26 പെട്ടിയിൽ 5 പെട്ടി നമ്മൾ തുറക്കാതെ അവശേഷിപ്പിച്ച് വെക്കുക. 21 എണ്ണം തുറന്നിട്ട് വയ്ക്കുമ്പോൾ 5 എണ്ണം നമ്മൾ വെച്ചിരിക്കുകയാണെങ്കിൽ ഒരു മത്സരത്തിലും കൂടെ നമുക്ക് പങ്കെടുക്കാം. അതാണ് ജാക്ക്പോട്ട്. ആ ജാക്ക്പോട്ട് മത്സരത്തിൽ പങ്കെടുത്താൽ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കാറ് സമ്മാനമായിട്ട് കിട്ടും. സ്പാർക്ക് കാർ, 3.5 ലക്ഷം രൂപ വിലയുള്ള സ്പാർക്ക് കാർ. മറ്റതിനകത്ത് ഉള്ളത് വെച്ചാൽ 50 ലക്ഷം രൂപയാണ്. അപ്പോൾ അത് ഇങ്ങനെ പെട്ടി തുറക്കണ അനുസരിച്ച് ഇങ്ങനെ കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൽ പങ്കെടുത്ത് എനിക്ക് 3 ലക്ഷം രൂപയും 3.5 ലക്ഷം രൂപ വില വരുന്ന ഒരു സ്പാർക്ക് കാറും സമ്മാനമായിട്ട് ലഭിച്ചു. അത് എൻ്റെ നാടക ജീവിതത്തിലെ ത്യാഗത്തിൻ്റെ ഫലമായിട്ട് എനിക്ക്
ഈശ്വരൻ തന്ന സമ്മാനമായിട്ടാണ് ഞാനത് കരുതുന്നത്. ഇന്നിപ്പം ഈ സിനിമയുടെയും സീരിയലിൻ്റെയും കാലഘട്ടങ്ങളായിരുന്നല്ലോ. ഇപ്പം നമ്മൾ കോവിഡ് വന്നതോടുകൂടിയാണല്ലോ ഇപ്പം ഇതൊക്കെ പായ്ക്കപ്പായിട്ട് ഇരിക്കുന്നത്. എങ്കിലും സീരിയലൊക്കെ ഇപ്പോഴും എടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നാളായി ഇപ്പോൾ അത് നടക്കുന്നുണ്ട്. പിന്നെ പ്രദീപിന് നല്ല നല്ല അവസരങ്ങൾ സിനിമയിലേക്ക് വന്നതായിരുന്നല്ലോ. പിന്നെ അത് എന്തുകൊണ്ടാണ് മുടങ്ങിപ്പോയത്? അത് മുടങ്ങിപ്പോയൊന്നുമല്ല. അപ്പോൾ ഒരു കുറച്ച് സിനിമകളിൽ ഞാൻ ചെറിയ ചെറിയ വേഷങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. ഒരു 8-10 സിനിമയിൽ വേഷം ചെയ്തിട്ടുണ്ട്. അയലത്തെ അദ്ദേഹം, പിന്നെ എല്ലാവരും ചൊല്ലണ്, പിന്നെ ഈ ഉദയനാണ് താരത്തിൻ്റെ 2ാം ഭാഗം ശ്രീനിവാസൻ നായകനായിട്ടുള്ള ആ സിനിമ, പിന്നെ ഉലകം ചുറ്റും വാലീബൻ, കുറേ സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഇപ്പോൾ വേറെ രീതി പറയുകയാണെങ്കിൽ ഇപ്പോൾ അടുത്ത നാളിൽ ഒരു സ്ഥലത്തെ കുപ്രസ്തവയൻ, അതായത് മധുപാൽ സംവിധാനം ചെയ്ത ആ സിനിമയിൽ എനിക്ക് നല്ലൊരു വേഷം തന്നിരുന്നതാണ്. അത് നാടകത്തിൻ്റെ ചില പ്രശ്നങ്ങൾ കൊണ്ട്, നാടകക്കാരനായതുകൊണ്ട് നമുക്ക് പറ്റുന്ന ചില ഭാഗ്യക്കേടുകളാണ്. അപ്പോൾ അതിൻ്റെ ഷൂട്ടിംഗ് വെച്ചിരുന്നത് സിദ്ദിഖ് സാർ മുതലായവരുമായിട്ടുള്ള ടച്ചിങ് സീനുകളായിരുന്നു. അതിൻ്റെ ഷൂട്ടിങ് വൈക്കം മുനിസിപ്പൽ ഓഫീസിൽ വെച്ചായിരുന്നു. അപ്പോൾ മുനിസിപ്പൽ ഓഫീസ് എല്ലാ ദിവസവും കിട്ടില്ല, ഞായറാഴ്ച ദിവസമേ കിട്ടുള്ളൂ. അത് ഞായറാഴ്ച ദിവസം അവർ അത് കറക്റ്റായിട്ട് ഓഫീസ് വാടകയ്ക്കെടുത്ത് രാവിലെ 6 മണിക്ക് ഷൂട്ടിങ് തുടങ്ങണമെന്ന് പറഞ്ഞു. എന്നോട് തലേദിവസം വന്ന് മേക്കപ്പ് ചെയ്യേണ്ട രീതി എല്ലാം പറഞ്ഞ് അവർ ചെയ്യേണ്ടത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ എന്നെ ഓർമ്മിപ്പിച്ചിട്ട് വിട്ടു. കൃത്യമായിട്ട് ചെല്ലാൻ പറഞ്ഞു. അന്ന് തലേദിവസം എനിക്ക് നാടകം കുണ്ട്രയിലായിരുന്നു. കുണ്ട്രയിൽ ഒരുപാട് കലാപരിപാടികളുള്ള ഒരു ഉത്സവം, കെട്ടുകാഴ്ച കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് നാടകം തീർന്നപ്പോൾ തന്നെ മണി 4 തീർന്ന് അവിടുന്ന് വണ്ടി വിട്ട് ഇവിടെ വരാൻ പറ്റിയില്ല. ഇവിടെ വന്നപ്പം മണി 9 മണിയായി. 6 മണിക്ക് അവർക്ക് ഷൂട്ടിങ് തുടങ്ങണം. അങ്ങനെ ആ കൃത്യസമയത്ത് എനിക്ക് വരാൻ പറ്റാഞ്ഞതുകൊണ്ട്, എനിക്ക് പകരം അഭിനയിക്കാൻ നല്ലൊരാൾ ആ സമയത്ത് പറ്റാഞ്ഞതുകൊണ്ട് ആ സിനിമയുടെ സംവിധായകനും പ്രൊഡ്യൂസർക്കും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. എന്നിട്ട് എനിക്ക് വച്ചിരുന്ന ആ റോള് സിനിമയുടെ സംവിധായകനായ മധുപാൽ തന്നെയാണ് അഭിനയിച്ചത്. അപ്പോൾ എനിക്കത് ഏറ്റവും കൂടുതൽ ദുഃഖം വന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ, ഒരു സംവിധായകൻ കയറി ആ റോൾ അഭിനയിക്കുക എന്ന് പറയുമ്പോൾ ഒരു മോശം റോള് സംവിധായകൻ അഭിനയിക്കില്ല, പ്രാധാന്യമുള്ള റോളായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു അവസരം അന്ന് അങ്ങനെ എനിക്ക് നഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് ജോഷി സാറ് ശിവഗിരി വെച്ച് പിന്നെ ക്രിസ്ത്യൻ ബദേഴ്സ് എന്ന് പറഞ്ഞ സിനിമയിൽ അവസരം തരാമെന്ന് പറഞ്ഞു. ആത്മാർത്ഥമായിട്ട് പറഞ്ഞാണ്. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ എനിക്ക് തന്നത്. മൊബൈൽ നമ്പർ അവർ എപ്പോഴും മാറിപ്പോവും. അതുകൊണ്ട് വീട്ടിലെ നമ്പർ തന്നു. ഈ നമ്പറിൽ വിളിക്കുക. അപ്പോൾ വീട്ടുകാരെൻ്റെ അപ്പോഴത്തെ മൊബൈൽ നമ്പർ തരും, അതിൽ വിളിച്ചിട്ട് വരാൻ പറഞ്ഞു. അതും ഇതുപോലെ സീസൺ സമയം കൊണ്ട് പോകാൻ പറ്റിയില്ല. പിന്നെ ഞാൻ നമ്മുടെ ഹരിഹര സാറിൻ്റെ അടുത്ത് പോയി. അത് അഭിനയിക്കാൻ വേണ്ടിയിട്ടല്ല, സഹസംവിധായകനാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സഹസംവിധായകനാകാൻ പോയി അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി. അത് ചെന്നത് ഹൈ റെക്കമെൻഡേഷനിലാണ്. അന്ന് ഈ ട്രൂപ്പ് ഉണ്ടായിരുന്നു. പിന്നെ അല്ല, അന്ന് മാളവികയില്ലായിരുന്നു. അന്ന് ഞാൻ ആലുവ മൈത്രിയിൽ അഭിനയിക്കാം. അപ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു. അപ്പം KTC പിന്നെ PV ഗംഗാധരൻ, ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസ്, മാതൃഭൂമിയുടെ ഡയറക്ടർ. അപ്പം അദ്ദേഹത്തിൻ്റെ കത്തും മേടിച്ചുകൊണ്ടാണ് ചെന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കത്ത് കൊടുത്തു. അപ്പം PVG പറഞ്ഞ ആളായതുകൊണ്ട് ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒരിതാണെന്ന് പറഞ്ഞു. ഇരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഇരിക്കാതെയൊക്കെ അവിടെ ഇരുന്നപ്പോൾ പുള്ളി പറഞ്ഞ് ഇരിക്കടോ. എന്നിട്ട് പുള്ളി കത്ത് വായിച്ചു കഴിഞ്ഞപ്പോഴും ഞാൻ ഇരുന്നിട്ടില്ല. താനിരിക്കടോ എന്ന് പറയുമ്പോൾ ഞാൻ വേണ്ട സാർ ഇവിടെ വന്നു. താനവിടെ നിന്നെന്നോർത്ത് ഞാൻ പെട്ടെന്ന് പ്രത്യേക പരിഗണനയൊന്നും തരാൻ പോകില്ല. താനവിടെ ഇരിക്കുക. അപ്പം തന്നെ എനിക്ക് പുള്ളിക്കാരുടെ സ്വഭാവം മനസ്സിലായി. അപ്പോൾ എന്തും കോമഡിയിൽ പറയുന്നതും വളരെ വേറെ നല്ല രീതിയിൽ ഒരു പ്രത്യേക സ്വഭാവക്കാരനാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ പറഞ്ഞ് ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് എടോ, എൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ സഹസംവിധായകനായിട്ട് നിൽക്കണമെങ്കിൽ ഇപ്പോൾ 6 പേരുണ്ട്. തന്നെ ഇനി നിർത്തണമെങ്കിൽ 7ാമതായിട്ട് നിൽക്കണം. 7ാമതായ താൻ ഇനി സഹസംവിധായകനൊക്കെ ആയിട്ട് കയറി വന്ന് സംവിധായകനൊക്കെ ആണെങ്കിൽ വർഷങ്ങളാകും. താനൊരു ആർട്ടിസ്റ്റല്ലേ, താനൊരു കാര്യം, താൻ അഭിനയിക്കും, തനിക്ക് ഞാനൊരു റോള് തരാം. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ സാറേ അതുപോലെ എന്നാൽ അത് മതി, സാറൊന്ന് ഓർത്താൽ മതി. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ മറുപടി വന്നു. എന്തിനും അപ്പം തന്നെ മറുപടി പറയുന്ന ആളാണ്. ഞാൻ ഓർക്കുകയില്ല, താൻ ഓർക്കണം. എന്നിട്ട് താൻ എന്നെ വിളിക്കണം. ഞാൻ മദ്രാസിൽ നിന്ന് പോകും. താനേ വിളിക്കുമ്പോൾ ഒരു കാര്യം ചെയ്യണം. KTC അബ്ദുള്ളയെ വിളിച്ചാൽ മതി. അത് KTCയുടെ മാനേജരാണ്. അപ്പോൾ അവരുടെ പടമാണ്, അത് തുടങ്ങും. അപ്പോൾ ആ ഫോൺ നമ്പർ ഞാൻ തരാം. വിളിച്ചു കഴിഞ്ഞാൽ തനിക്ക് വരുമ്പോൾ ഒരു ചാൻസ് ഞാൻ തരാം. എന്ന് തുടങ്ങും സാറേ? ഞാൻ നാളെ തുടങ്ങാൻ തയ്യാറാണ്. പക്ഷേ എഴുതുന്നതേ അദ്ദേഹം MD വാസു എന്നായിരുന്നു. അദ്ദേഹം എന്ന് സ്ക്രിപ്റ്റ് തരുന്നു അന്ന് ഞാൻ തുടങ്ങാൻ തയ്യാറാണ്. പിന്നെ ഒരു കാര്യം,
ഒരു റോള് തരാമെന്നാണ് പറഞ്ഞത്. ഏതെങ്കിലും ഒരു റോളായിരിക്കും, അതിൻ്റെ അടിയിൽ ചുവന്ന വരയിട്ടേക്കണം. പിന്നെ നായകനാകാം ഒന്നും വിചാരിച്ചതും പറയരുത്. ഒരു റോള് തന്നിരിക്കും, അത് കറക്റ്റാണ്, പറയുന്നത് ഞാനാണ് എന്ന് പറഞ്ഞ് അത്രയ്ക്ക് ഡീസൻ്റായ ഒരു മനുഷ്യനാണ് അദ്ദേഹം. പക്ഷേ ഈ നാടകത്തിൻ്റെ പിന്നെ സീസൺ തുടങ്ങിയ സമയമായിരുന്നു അത്. അപ്പോഴും എനിക്കതിന് പോകാൻ പറ്റിയില്ല. അങ്ങനെയുള്ള ഭാഗ്യക്കേടുകൾ ഉണ്ടായിട്ടുണ്ട്. പ്രദീപേ, ഈ ഇപ്പം നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന മഞ്ഞ് പെയ്യുന്ന മനസ്സെന്ന് പറയുന്ന നാടകമുണ്ടല്ലോ, അത് ഞാൻ കാണാനിടയായി. അതിൻ്റെ അവസാനം ഒരു സെൻറ്റിമെൻറ്റ്സ് ഡയലോഗുണ്ട് പ്രദീപിൻ്റെ, ഒരിക്കലും മറക്കാൻ പറ്റാതെ. അതായത് ഭാര്യയും മകളും അയാളിൽ നിന്ന് വേർവിട്ട് പോകുമ്പോഴുള്ള ഒരു പ്രദീപിൻ്റെ ഒരു ഡയലോഗുണ്ട്, അത് ഒന്ന് പറയാമോ? പറയാമല്ലോ, ഒന്ന് പറഞ്ഞു. അത് ആ സന്ദർഭം ഇങ്ങനെ വന്ന് ഇയാൾ തകർന്നങ്ങോട്ട് പോയി കഴിയുമ്പോഴുള്ള നീ എൻ്റെ മകളല്ല, നിങ്ങളെൻ്റെ ഭാര്യയല്ല, ഞാൻ നിൻ്റെ മുന്നിൽ അച്ഛനായും ഇവരുടെ മുന്നിൽ ഭർത്താവായും ജീവിക്കുകയായിരുന്നു. ബോംബെ വാല. കുഞ്ഞിന് പാല് വാങ്ങി മടങ്ങി വരുമ്പോഴാ ബോംബ് പൊട്ടുന്ന ശബ്ദം കേട്ടത്. ഞങ്ങളുടെ കുടിലുകൾക്ക് മുഴുവൻ തീ പിടിച്ചു. തീയിൽ നിന്നും മോളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഓടുമ്പോൾ കാലിൽ കെട്ടിപ്പിടിച്ചു ഈ റസ്യ. ഇവളെ വാരിയെടുത്തു സുരക്ഷിതമായ ഒരു സ്ഥലത്തെത്തിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ഉണ്ണിമോളും അവളുടെ അമ്മയും കത്തി ഒടുങ്ങുന്നു. മോളുടെ അച്ഛാ എന്നുള്ള നിലവിളി തീ വിഴുങ്ങുന്നത് കണ്ടു നിന്നു ബോംബെ. കാലിൽ കെട്ടിപ്പിടിച്ച് ഇവളെ കുടഞ്ഞെറിഞ്ഞിട്ട് എൻ്റെ മോളെ രക്ഷപ്പെടുത്തണമായിരുന്നോ? അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് ഈ ഗതികെട്ട നിമിഷത്തെ നേരിടേണ്ടി വരില്ലായിരുന്നു. കലാപം കടപുഴക്കിക്കൊണ്ടുപോയി എൻ്റെ ജീവിതത്തെ. അതിനുശേഷമുള്ള എൻ്റെ ജീവിതത്തിൻ്റെ പേരാണ് സാർ ബോംബെ വാല. എൻ്റെ മോൾ എനിക്കെതിരെ തന്ന പരാതി ഇനി എങ്ങനെ പരിഹരിക്കും സാർ? കാലം എനിക്ക് നൽകിയതിന് മുകളിൽ എന്ത് ശിക്ഷ വിധിക്കാൻ കഴിയും സാർ നിങ്ങളുടെ നിയമത്തിന്? സത്യം പറഞ്ഞ എൻ്റെ കറിയാൻ തകർന്നു പോയിട്ട്. അന്ന് ആ നാടകം കണ്ടപ്പോഴും എനിക്ക് ഭയങ്കര ഫീലിംഗ് ആയി. ഈശ്വര, എനിക്കിപ്പം ആ ടെൻഷൻ മാറിയിട്ടില്ല. കാര്യം പറയുക പറഞ്ഞെങ്കിലും എൻ്റെ ഇടനെഞ്ച് തകർന്നു. അത് മ്യൂസിക്കും എല്ലാം കൂടെ അങ്ങോട്ട് വരുമ്പോഴേ അതിൻ്റെ ആ മുഴുവൻ ഇതാകുള്ളൂ. നമ്മളൊരു പഞ്ചിങ്ങിന് വേണ്ടിയൊക്കെ പറഞ്ഞതേ ഉള്ളൂ. ഇത് അനൂപ്, നമ്മുടെ പ്രദീപിൻ്റെ ഒരനിയനാണ്. ഒരനിയൻ പിന്നെ ദിലീപ് ഉണ്ടായിരുന്നു. ദിലീപ് നമ്മളെ വിട്ട് പോയി, പുള്ളിക്കൊരു വയ്യാതൊക്കെ ആയിട്ട് പോയി. പിന്നെ നമ്മുടെ അനൂപ് എന്ന് പറയുന്നത് നമ്മുടെ മാളവികയുടെ ഒരു പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ആളാണ്. അതായത് ഓഫീസ് കാര്യങ്ങൾ അല്ലേ, അണിയറയിൽ എല്ലാ പ്രവർത്തനത്തിലും അനൂപുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു ചെറിയൊരു വേദനാജനകമായ സംഭവം ഉണ്ടായത് ഞാൻ പറഞ്ഞല്ലോ, ദിലീപിന്റെ അദ്ദേഹം നമ്മളെ എൻ്റെ അനിയൻ വിട്ടു പിരിഞ്ഞു. മാളവികയുടെ എല്ലാമായിരുന്നു. അപ്പം അത് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അപ്പോൾ ദിലീപിയുടെ വേർപാടിന് ശേഷം ദിലീപിന്റെ ചുമതല കൂടി ഇപ്പൊ അനൂപാണ്. ഈ അനൂപ് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് നിങ്ങൾ ഒന്നും കണക്കാക്കരുത്. കഷണ്ടിയല്ല, എത്ര ബെസ്റ്റ് ആക്ടർ പ്രൈസ് മേടിച്ചെന്നറിയാമോ? ഒരു 10 രൂപ പുള്ളി വാങ്ങിച്ചിട്ടുള്ളതാ. ഹൈസ്കൂൾ തലത്തിൽ 3 വർഷം ഞങ്ങൾ ഒന്നിച്ച് മത്സരങ്ങൾ 3 ഇല്ല 2, 1 വർഷം ഞാനായി മേടിച്ചത്. അപ്പം നമ്മുടെ മാളവികയുടെ വിശേഷങ്ങളെല്ലാം നിങ്ങൾ കണ്ടല്ലോ അല്ലേ? അപ്പം ഇത് നമ്മുടെ അനൂപ്, പ്രദീപ്, എല്ലാ കാര്യങ്ങളും നമ്മുടെ പ്രദീപ് നിങ്ങളോടെല്ലാം പറഞ്ഞു തന്നു. അപ്പം പ്രദീപിന് എന്തെങ്കിലും ഇനി പറയേണ്ട കാര്യം? ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു, വളരെ സന്തോഷമുണ്ട്. അത് നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തട്ടെ. എന്തെങ്കിലും പ്രദീപിന് പറയാനുണ്ടോ? അത് ഇപ്പോൾ പറയാനുള്ളതെന്ന് വെച്ചാൽ, മലയാള നാടകവേദിയിൽ
ഒരുപാട് നാടകകൃത്തുക്കളുണ്ട്. എങ്കിലും 2 പേരുടെ നാടകങ്ങളാണ് എൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴും ഉള്ളത്. ഒന്ന് സേവ്യർ പുൽപ്പാട്, ആലുവ മൈത്രി കലാകേന്ദ്രത്തിൻ്റെ സേവ്യർ പുൽപ്പാട്. അദ്ദേഹത്തിൻ്റെ യൗവനങ്ങളുടെ നൊമ്പരം എന്ന് പറഞ്ഞ ഒരു നാടകമുണ്ട്. ആ നാടകം യൗവനങ്ങളുടെ പ്രശ്നങ്ങൾ ഇത്ര തീക്ഷ്ണമായി അവതരിപ്പിച്ച മറ്റൊരു നാടകകൃത്ത് മലയാള നാടകവേദിയിലില്ല. അത് അദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തിന് യൗവനങ്ങളുടെ രാജാവെന്നാണ് വിശേഷിപ്പിക്കേണ്ടത്. ആ നാടകകൃത്ത് എൻ്റെ ഹൃദയത്തെ ഏറ്റവും സ്പർശിച്ചതും എനിക്ക് വഴികാട്ടിയായി നിന്നതും എനിക്ക് ആ നാടകത്തിലേക്കുള്ള വഴി തുറന്നു തന്നതും അദ്ദേഹമാണ്. അദ്ദേഹം ഇപ്പോഴത്തെ ഫ്രാൻസിസ് ടി മാവേലിക്കരയും ഇവർ 2 പേരും മലയാള നാടകവേദിയുടെ മുത്തുക്കളാണ്. പിന്നെ എനിക്ക് സംസ്ഥാന അവാർഡ് നേടിത്തന്ന നാടകത്തിൻ്റെ രചയിതാവ് ജയൻ തിരുമന, അദ്ദേഹത്തെയും ഈ തരുണത്തിൽ എനിക്ക് ഓർക്കാതിരിക്കാൻ വയ്യ. അദ്ദേഹത്തിനും ഞാൻ ഈ അവസരത്തിൽ ഒരു നമസ്കാരം പറയുന്നു. ഇത്രയും നേരം എൻ്റെ ഈ സംഭാഷണം ശ്രദ്ധിച്ച സംഭാഷണങ്ങളല്ല, അനുഭവങ്ങളാണ്. അപ്പം നിങ്ങൾ എല്ലാവരോടും ഇനി നല്ലൊരു പുതിയൊരു വീഡിയോയുമായിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡിൽ വരും. അതുവരെ ഗുഡ് ബൈ.